മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് കുറച്ച് ഫേൺസിൻ്റെ കളക്ഷനുണ്ട്. അപ്പോൾ പ്ലാന്റ് ലവേഴ്സിൻ്റെ ഉള്ള പോലെ വാസ്റ്റായിട്ടുള്ള കളക്ഷനൊന്നും അല്ല, ചെറിയൊരു കളക്ഷൻ കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കിങ്ങനെ ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല കേട്ടോ. ഞാനിത് പറയാം. ഇത് നമുക്ക് നാട്ടുമ്പുറങ്ങളിലെ പറമ്പിലൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇത് ഈ പ്ലാന്റ് എനിക്ക് തോന്നുന്നു വലുതാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്ക് ഭയങ്കര നീളം വരും. ഇതെനിക്കൊന്നൊരു 1.5-2 മീറ്ററോളം നീളം വെക്കാറുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് കേട്ടോ. ഇങ്ങനെ ഓല പോലെ വന്നിട്ട്. പിന്നെ ഉള്ളത് ഇതൊരു സ്റ്റാഗ് ഹോൺ ഫേണാണ്. സ്റ്റാഗ് ഹോൺ ഫേൺ പണ്ട് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ബെൽജിയം സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ അന്ന് തൊട്ടേ എനിക്ക് കൊതിയാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെയും പറയുക, നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന പ്ലാന്റ് ലവേഴ്സിൻ്റെ അത്രയൊന്നും കളക്ഷൻ ഇല്ല. ഇതൊരു ടെറേറിയം സെറ്റ് ചെയ്തതാണ്. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇതൊരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇത് സെറ്റ് ചെയ്തിട്ട്. ഇത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് വെച്ചത്. ഇതിപ്പം ഇങ്ങനെ മേളി വരെ ഇതിനകത്ത് പ്ലാന്റ്സ് ഉണ്ട്. പീലിയൊക്കെ ഇങ്ങനെ മേളി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു റാബിറ്റ് ഫുഡ് ഫേണാണ്. റാബിറ്റ് ഫുഡ് ഫേൺ തന്നെ എനിക്ക് ഒരു 3 ടൈപ്പിലുണ്ട്. ഇതും ഒരു റാബിറ്റ് ഫുഡ് ഫേൺ തന്നെയാണ്. റാബിറ്റ് ഫുഡ് ഫേണിനാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിലിങ്ങനെ പുതിയതായിട്ട് ഇലകളൊക്കെ വരും. ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കും കേട്ടോ. പക്ഷെ ഞാൻ വേഗം തന്നെ ഇതങ്ങ് മറന്നുപോകും. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ പ്രതിഭാസം ഉണ്ടോ? പ്ലാന്റ് ലവേഴ്സിനൊക്കെ ഇതിൻ്റെ പേരൊക്കെ അറിയായിരിക്കും കേട്ടോ. എന്നെപ്പോലൊന്നും ആയിരിക്കത്തില്ലല്ലോ. എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഓർത്തെടുത്തോണേ. ഇതെന്താണ്, ക്യാൻഡി, സ്വീറ്റ് ക്യാൻഡിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. കോട്ടൺ ക്യാൻഡി ഫേൺ. ഇത് പിന്നെ എനിക്ക് കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ ഇല വലുതാവും. പക്ഷെ ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ടാണ് ഇല അത്ര വലുതല്ലാത്തത്. പിന്നെ വന്നിട്ട് ഇതൊരു കുഞ്ഞ് ടെറേറിയം സെറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ വാട്ടർ പ്ലാന്റ്സ് ഇട്ട് വെച്ചേക്കുന്ന ഒരു ടെറേറിയമാണ്. ടെറേറിയം എന്ന് ഇതിന് പറയാമെന്ന് അറിയത്തില്ല. ഇത് ഞാൻ കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം 2 മാസത്തോളമായിട്ട് ഞാൻ ഇതിലിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന ഗപ്പി ഗ്രാസ് എന്ന് പറയുന്ന ഫേണാണിത്. ഫേണല്ല, വാട്ടർ പ്ലാന്റ് ആണ്. പിന്നെ ആസ്പെരാഗസ് എന്ന് പറയുന്ന ഒരു ശതാവരി എന്ന് പറയത്തില്ല. പക്ഷേ ഇത് ഫേൺസിൻ്റെ ഫാമിലി പെടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ബോസ്റ്റൺ ഫേണാണ്. ഇത് പേരെനിക്കറിയത്തില്ല. ഇതൊരു കോമൺ ഫേൺ ആണ്. പിന്നെ ഇതും ഒരുപാട് നീളം വെക്കുന്ന ഒരു ഫേണാണ്. ഇത് ഹാങ്ങിങ്ങാണ് കണ്ടിട്ടുള്ളത്. ഇത് ചില നഴ്സറികളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് താഴെ വരെ വരും കേട്ടോ ഇതിൻ്റെ ലീവ്സൊക്കെ. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. ഇവിടെ ഞാൻ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചൂടൊക്കെ ആയപ്പോഴത്തേക്ക് ഈ വരാന്തയിലോട്ട് കയറ്റി ഞാൻ വെച്ചിരിക്കുവാണ്. തണുപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് വെയിലടിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ക്ഷീണം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുവാണ്. ഇതെന്താണ്, ബട്ടൺ ഫേൺ ആണോ? തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇത് മെയ്ഡൻ ഹെയർ. ഇതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ സ്കൂളിലെ സിസ്റ്ററിൻ്റെ റൂമിൻ്റെ മുമ്പിൽ എൻ്റെ LKG സമയത്തുള്ള ഫേൺസ് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാൻ വെറുതെ പറയുമല്ല. ഇതൊരു പീക്കോക്ക് ഫേണാണ്. പിന്നെ ഈയിടെ ഞങ്ങൾ ഈ വീട്ടിലില്ലാതിരുന്ന സമയത്ത് കുറച്ച് വെയിലൊക്കെ കണ്ടിട്ട് ഈ പീക്കോക്ക് ഫേണൊക്കെ അങ്ങ് കരിയുന്ന പോലെ ആയിപ്പോയി. പക്ഷെ മരിച്ചു പോയില്ല കേട്ടോ, ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഇതാണ് ബ്ലൂ പീക്കോക്ക് ഫേൺ. പിന്നെ ഇത് കെങ്കാരു ഫേൺ എന്ന് പറയുന്ന അതിൻ്റെ ലീവ്സൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വേറെ ഇതും ഒരു റാബിറ്റ് ഫുഡാണ്. ഒരു തിരി പോലെ ഇതിൻ്റെ ചുവട്ടിലുണ്ടാവും. ഇതൊക്കെ നല്ല ഹാർഡാണ്. ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല കട്ടിയാണ്. പിന്നെ ഇത് ബേർഡ്സ് നെസ്റ്റാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. ഇതൊരു കോമൺ ഫേണാണ്. പിന്നെ ഇവിടെ അല്ലാതെ കുറച്ച് പുറത്ത് പറമ്പിലൊക്കെ കുറച്ച് ഫേൺസ് ഉണ്ട്. അത് ഇച്ചിരി വൈൽഡായിട്ടുള്ള ഫേൺസൊക്കെ പറമ്പിലുണ്ട്.
ഇതും ഒരു റാബിറ്റ് ഫുഡാണ് കേട്ടോ, റാബിറ്റ് ഫുഡിൻ്റെ വെറൈറ്റിയാണ്. പിന്നെ ഞാനൊരു തടിയിൽ സെറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ആയപ്പോഴത്തേക്കും അത് കുറച്ച് ക്ഷീണമായി. ഒരു തടിക്കഷ്ണത്തിലാണ് ഈ ഫേൺസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഇതൊരു സിൽവർ ലേസ് ഫേണാണ്. ഇതെൻ്റെ ഒത്തിരി പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് അനു തന്നതാണ് ഈ ഫേണ്. ഇതൊക്കെ കുറേ ഫ്രണ്ട്സൊക്കെ തന്നതുകൊണ്ട് നഴ്സറീസിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതും ഒരു ഫേൺ തന്നെയാണ്. പിന്നെ ഒരു ഫേണുണ്ട് ഇവിടെ. ഇതും ഒരു ഫേണാണ്. ഇതിൻ്റെ ഒന്നും പേരുകൾ ഓർമ്മയില്ല. ഇതൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഓർക്കും, പിന്നീട് അതങ്ങ് മറന്നു പോകും കേട്ടോ. എന്തായാലും എൻ്റെ ഫേണിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.